മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം തിരുവചനത്തിലൂടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്നു ചേർന്ന് നമ്മൾ ഇന്ന് കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയാണ് ജപമാല. ജപമാല എന്നത് വെറുമൊരു അധര പ്രാർത്ഥന മാത്രമല്ല, അത് കുടുംബ അംഗങ്ങളെ പരസ്പരം ബന്ധിക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ബന്ധനം കൂടിയാണ്. നമ്മൾ ഒന്നു ചേർന്ന് കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബം നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ആയിത്തീരുകയാണ്. കുടുംബം എന്നും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പാദ്രി പിയോ പ്രകാരം പറഞ്ഞിരിക്കുന്നത്: കുടുംബമായി ജപമാല ചൊല്ലുന്നവരുടെ വീടിനെ സാത്താൻ ഒരിക്കലും കീഴടക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മ വഴി നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോ എന്നും അനുഗ്രഹിക്കട്ടെ.